ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പ്രോഡക്റ്റിലെ ലാസ്റ്റ് വരുന്ന നോൺ സീറോ ഡിജിറ്റ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് ഇതിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം. 25 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ ആണ്. 5 സ്ക്വയർ റേസ് ടു 50 എന്ന് പറയുമ്പോൾ a റേസ് ടു m ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ m ഇൻറ്റു n ആണ്. സോ 2 ഇൻറ്റു 50 100 ആവും. സോ 5 റേസ് ടു 100 ഇൻറ്റു 16 എന്ന് പറയുമ്പോൾ 2 റേസ് ടു 4 ആണ്. സോ 2 റേസ് ടു 4 ഹോൾ റേസ് ടു 45 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 45. സോ 2 റേസ് ടു 180 എന്ന് വരും. ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ റേസ് ടു 75 ആണ് വരുന്നത്. സോ നമുക്ക് 3 റേസ് ടു 150. ഇതാണ് നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത്. ഇതിൽ സീറോസ് വരുന്ന പാർട്ട് എന്ന് പറഞ്ഞാൽ 5 റേസ് ടു 100 ഇൻറ്റു 2 റേസ് ടു 100. ഇത് നമുക്ക് 10 റേസ് ടു 100 ആയിട്ട് അത്രയും പാർട്ട് നമുക്ക് സീറോ ആയിട്ട് മാറും. സോ ബാക്കിയുള്ളതാണ് നോൺ സീറോയിൽ വരുന്നത്. അതായത് 2 റേസ് ടു 80 ഇൻറ്റു 3 റേസ് ടു 150. നമുക്ക് കാണേണ്ടത് ലാസ്റ്റ് വരുന്ന നോൺ സീറോ ഡിജിറ്റ് ആണ്. അതായത് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്താൽ അതായിരിക്കും ലാസ്റ്റ് വരുന്ന നോൺ സീറോ ഡിജിറ്റ്. സോ 2 റേസ് ടു 80 എന്ന് പറയുമ്പോൾ 80 2ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എക്സ്പോണൻ്റ് ഇവിടെ 4ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും വരിക. അതേപോലെ 3 റേസ് ടു 150 അവിടെ നമ്മൾ 150യെ എക്സ്പോണൻറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 150യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആയിരിക്കും. സോ നമുക്ക് വരുന്ന യൂണിറ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 3 റേസ് ടു 2 9. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 9 54 ആണ്. സോ യൂണിറ്റ് ഡിജിറ്റിൽ വരുന്ന നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. അതായത് നമുക്ക് വരുന്ന ലാസ്റ്റ് വരുന്ന നോൺ സീറോ ഡിജിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ.